നമസ്കാരം. KCNന്റെ സ്വാതന്ത്ര്യം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആഡംബരവും അതിന്റെ സുഖവും പോരെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാഴ്ച കാണുക. തകർന്നു വീഴാൻ നിൽക്കുന്ന ഒരു കൂരയ്ക്ക് കീഴെ ഒരുമ്മയും 3 പിഞ്ചുകുട്ടികളും ഭീതിയോടെ കഴിയുകയാണ്. ചെറുവത്തൂരിന് സമീപം പെരുമ്പട്ടയിലാണ് ഈ സങ്കട ചിത്രമുള്ളത്. കാസർഗോഡ് കണ്ണൂർ ദേശീയപാതയിൽ ചെറുവത്തൂരിൽ നിന്ന് കിഴക്ക് 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ പെരുമ്പട്ട കാക്കടവിലെത്താം. ഇവിടെ ഒരു മലഞ്ചെരുവിൽ ഒരു യുവതിയും 3 പിഞ്ചുമക്കളും ജീവിതത്തെ ജീവിച്ചു തീർക്കുന്ന കാഴ്ച കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. ഫാനും എസിയും മതിയാവാതെ കൂടുതൽ ആഡംബരങ്ങൾക്ക് വേണ്ടി പണമെറിയുന്ന നമ്മൾ എല്ലാം മതിയാക്കി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യും. മണ്ണിനോട് ചേർത്ത് വെച്ച ഒരു ഒറ്റമുറിക്കൂര, അതാണ് അവരുടെ വീട്. അതുതന്നെയാണ് അടുക്കളയും ഡൈനിങ് റൂമും ബെഡ്റൂമും എല്ലാം. മഴത്തുള്ളികൾ വന്ന് വീഴുന്ന ചെളി നിറഞ്ഞ മുറിയിൽ പരിഭവമോ പരാതിയോ ഇല്ലാതെ അവർ കിടന്നുറങ്ങും. ആ ചെളിക്കളത്തിൽ വെച്ച് തന്നെ അവർ ഭക്ഷണം കഴിക്കും. കാക്കടവിലെ കുഞ്ഞാമിന എന്ന 30കാരിയും മക്കളായ 13കാരി സിദ്റത്തും 12കാരൻ സാബിത്തും 10 വയസ്സുകാരി സഹലയും ഒരുപാട് കാലമായി ഈ കൂരയ്ക്കുള്ളിലാണ് കഴിയുന്നത്. തെക്കൻ ജില്ലയിൽ നിന്നെത്തിയ 65കാരനാണ് കുഞ്ഞാമിന എന്ന 35കാരിയുടെ ഭർത്താവ്. എന്നാൽ മക്കളെ പോറ്റാൻ കുഞ്ഞാമിന തന്നെ പാടുപെടണം. അതിനുവേണ്ടി കുടുംബശ്രീയിൽ നിന്ന് ലോണിൽ ഒരു പശു വാങ്ങി. അതിപ്പോൾ പലിശയായി കുന്നുകൂടി നിൽക്കുന്നു. പകുതി കാഴ്ച മാത്രമേ കുഞ്ഞാമിനേക്കുള്ളൂ. കണ്ണട മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും 2000 രൂപയില്ലാത്തത് കാരണം അത് മാറ്റാനും കഴിഞ്ഞില്ല. കൂട്ടുകാരൊക്കെ നല്ല വീടുകളുടെയും വീട്ടിലെ വാഹനങ്ങളുടെയും കഥ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രം വീടെന്നത് സങ്കടത്തിന്റെ ചിത്രമാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർ കയറി വരുന്നത് ഈ ദുരിതത്തിലേക്കാണ്. പുസ്തകം സൂക്ഷിക്കുന്ന സെൽഫോ, ഇരുന്ന് പഠിക്കാൻ ബെഞ്ചോ, ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളോ, ഒരു വൈദ്യുതി വെളിച്ചമോ അവർക്കില്ല. അരിയും പാത്രവും വെക്കുന്ന ദിക്കിൽ അവർ ബാഗും വെക്കും. വെള്ളമൊഴുകുന്ന മണ്ണിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കും. പിന്നെ ആ ഇരുട്ടുമുറിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ പാഠപുസ്തകം വായിക്കും. വൈദ്യുതിയും ടോയ്ലറ്റും അവരുടെ സങ്കല്പത്തിലേയില്ല. ഇടുങ്ങിയ ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിലാണ് 4 ജീവിതങ്ങൾ ഒരു സുരക്ഷിതത്വം പോലുമില്ലാതെ കിടന്നുറങ്ങുന്നത്. വസ്ത്രക്കെട്ടുകളടക്കം ഒരുപാട് സാധന സാമഗ്രികൾ നിറഞ്ഞ ആ ഇരുട്ടുമുറിക്കുള്ളിൽ പാമ്പും ഇഴജന്തുക്കളും നിത്യസന്ദർശകരാണ്. 5 സെന്റ് സ്ഥലം സ്വന്തമായുണ്ട്. നന്മ പറ്റാത്ത ആരെങ്കിലും കനിവിന്റെ നോട്ടം നോക്കിയിരുന്നെങ്കിൽ 2 മുറിയുള്ളൊരു വീട്, അതുമാത്രം മതി. എന്റെ കുഞ്ഞുങ്ങൾ പേടിക്കാതെ കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞാമിന വിതുമ്പുകയാണ്. കുട്ടികളെ കൊണ്ട് ഞാൻ എന്താക്കേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് ചെലവിനുള്ള ഒന്നും കാണാനില്ല, ഒന്നുമില്ല. കടമുണ്ട്, ഒരുപാട് കടമുണ്ട്. ഒരു പശുവിന് ഒരു 1.15 ലോൺ എടുത്തിട്ട് അതും ഞാൻ കുടുങ്ങിയിട്ടാണുള്ളത്. കട അടക്കാനും തീർക്കാനുള്ള ഒരു വഴിയുമില്ല. പിള്ളേർ ഓരോ സാധനത്തിന് ഇങ്ങനെ പറയും, ഞാൻ എന്തുകൊണ്ട് വാങ്ങിക്കൊടുക്കുന്നത്. സുഹൃത്തെ, കൂടുതൽ സുഖം തേടി പോകുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇതുപോലുള്ള പാവങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്? നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു ഷെയർ, അതുമതി ചിലപ്പോൾ ഈ കുടുംബം രക്ഷപ്പെട്ടേക്കാം.